നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റീൽ ബെഞ്ചിലിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ചില അധികാരങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ആ ഒരു സുരക്ഷാ വലയത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. Z+ കാറ്റഗറിയൊക്കെ എടുത്തു മാറ്റി. പക്ഷെ അപ്പോഴും ഒരു സംശയം നിൽക്കുന്നത് Y കാറ്റഗറിയാണ് പകരം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു Y കാറ്റഗറി സുരക്ഷ കൊടുക്കേണ്ട ആവശ്യം പിണറായിക്കുണ്ടോ? അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടോ? അതൊരു സംശയമാണ്. നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇല്ല, പതിവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശം എന്താണ്? ഇപ്പോഴും പിണറായി വിജയൻ ഒരു സുരക്ഷ കൊടുക്കാൻ ഇപ്പോഴത്തെ സർക്കാർ തയ്യാറാകുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ എന്താണ്? പിണറായി വിജയന് വലിയ ഊരുപേടിയുള്ള ആളാണ്. പണ്ട് Z+ സുരക്ഷയിലാണ് കഴിഞ്ഞത് മുഖ്യമന്ത്രി. പഴയ പിണറായി വിജയൻ്റെ ചരിത്രമെടുത്താൽ നമുക്ക് ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ ഒരു നേതാവിൽ നിന്ന് വരേണ്ട ഒരു ശൈലിയും ശീലവും ഒന്നുമല്ല പിണറായി വിജയൻ പുലർത്തുന്നത് നമ്മൾ കണ്ടത്. രാഷ്ട്രീയ അഹങ്കാരമൊക്കെ നമ്മൾ പറയും, പക്ഷെ അതിലപ്പുറം പിണറായി വിജയൻ ഒരു വലിയ പേടിത്തൊണ്ടരാണ്. എന്തിനേയും പേടിക്കുന്നൊരു സ്വഭാവമാണ്. കാരണം തന്നെ ആക്രമിക്കാൻ ആളുകൾ വരുന്നു, താൻ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെട്ടേക്കാം. അതുകൊണ്ട് ഈ തമിഴ്നാട്ടിൽ നമ്മൾ സ്റ്റാലിനൊക്കെ നടക്കുന്ന കണ്ടിട്ടുണ്ട്. ഇന്ന് പറഞ്ഞതുപോലെ കമാൻഡോ വാഹനങ്ങൾ, തോക്കേന്ത്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഇങ്ങനെ വലിയ ഒരു ക്ലാസ് സുരക്ഷ ഒരുക്കിയായിരുന്നു പിണറായി വിജയൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ. അപ്പോൾ പിണറായി വിജയൻ എന്തിനോട് കലിയാണ്? കരിങ്കൊടി കണ്ടാൽ കലി, ആരെങ്കിലും പ്രതിഷേധിക്കാൻ ഇറങ്ങിയാൽ കലി. ഇതൊക്കെ ഒരു ഏകാധിപത്യങ്ങളുടെ ഒരു ശൈലിയാണ്, ഏകാധിപത്യങ്ങളുടെ രീതിയാണ്. വലിയ ഏകാധിപത്യങ്ങൾ നമുക്കറിയാം. ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ അവർ എന്തിനേയും ഭയന്നിരുന്നു. കാരണം അവരുടെ പേടി എവിടെ നിന്നോ തനിക്ക് നേരെ എപ്പോഴും ഒരു ശത്രു ഉയർന്നു വരുമെന്നാണ്. ഒരു ശത്രുവിനെ തേടുന്ന കണ്ണുകളാണ് ഏകാധിപതികൾക്ക് എപ്പോഴും. അടിച്ചമർത്തി ഭരിക്കുന്നവർക്ക് എപ്പോഴും ഭയം കൂടുതലാണ്, അവർക്ക് ഉത്കണ്ഠ കൂടുതലാണ്. ഇതൊരു പ്രത്യേക തരം മനോനിലയാണ്. നമുക്കറിയാം. ഇപ്പോൾ സതീശന് പകർത്താൻ ശ്രമിക്കുന്നത് പഴയ ഉമ്മൻചാണ്ടിയുടെ ഒരു ശൈലിയാണ്. ഉമ്മൻചാണ്ടിയുടെ ഒരു ശൈലി പകർത്തുകയും പിണറായി വിജയൻ്റെ ഒരു ഭരണ കാർക്കശ്യം പുലർത്തുകയും, ഇത് എല്ലാം കൂടി ഒരു മിക്സ് ചെയ്ത വേറിട്ടൊരു ശൈലിക്കാണ് സതീശൻ ശ്രമിക്കുന്നത്. അത് നല്ലതാണ്. കാരണം സതീശനെ സംബന്ധിച്ച് സതീശനൊരു പുതിയ ശൈലിയുടെ ഉടമയാകാനാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാം, അവിടെ നിയമസഭയിലേക്ക് കടന്നു വരുന്നൊരു സതീശൻ്റെ ചിത്രം നമ്മൾ കണ്ടു. മറ്റ് MLA-മാരെയൊക്കെ ചേർത്ത് കെട്ടിപ്പിടിച്ച് ചിലർക്ക് ഉമ്മ കൊടുത്ത് അങ്ങനെ നടന്നു പോകുന്നൊരു സതീശൻ ജനകീയനാകാൻ ശ്രമിക്കുകയാണ്. CMO ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അവിടേക്ക് പ്രായമായ അമ്മമാർ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളിലേക്ക് മൂക്ക് പിഴിയുന്നു, അമ്മമാരെയൊക്കെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ സതീശൻ ഒരു വേറിട്ട ശൈലി അവിടെ അവതരിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം കുറച്ച് അങ്കണവാടിയിൽ നിന്ന് പെൻഷൻ പറ്റിയ കുറച്ച് ടീച്ചർമാർ സതീശനെ കാണാൻ വന്നപ്പോൾ ചാടി മേശയിലിരുന്ന് അവരോട് സംസാരിക്കുന്നു. അപ്പം താൻ ചുറുചുറുക്കുള്ള ജനകീയനായ എന്ത് കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് വരുത്താൻ സതീശൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ കടന്നു വന്ന ഒരു അമ്മയെ കെട്ടിപ്പിടിച്ച് സതീശൻ അമ്മയോട് പറയുന്നു, ആരോ ഭീഷണിപ്പെടുത്താൻ നോക്കിയെന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഒരു പ്രായമായ സ്ത്രീ അവരോട് പറയുന്നു, ഈ സെക്രട്ടേറിയറ്റിലൊരു മോനിരിപ്പുണ്ട് എന്ന് അവന്മാരോട് ചെന്ന് പറഞ്ഞേക്ക്. അത് പിണറായി വിജയൻ്റെ മറ്റൊരു ശൈലിയാണ്. ഒന്ന് വീട്ടിൽ പോയി പറഞ്ഞേക്ക് എന്ന് പറയുന്നതിൻ്റെ നേരെ വിപരീതമാണ്. ഞാനിവിടെ ഉണ്ട് എന്ന് അവന്മാരോട് ചെന്ന് പറഞ്ഞേക്ക്. അപ്പം അങ്ങനെ രണ്ട് ശൈലിക്കുടമകളാണ്. പിണറായി വിജയന് സംഭവിച്ചത് ഈ ശൈലി തന്നെയാണ്, ഈ ഒരു രീതിയാണ് അദ്ദേഹത്തെ ഇത്രയധികം വലിയൊരു പാതാളക്കുഴിയിൽ വീഴ്ചത്. ഇപ്പോൾ പിണറായി വിജയൻ Z+ സുരക്ഷാ കാറ്റഗറിയിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനോനില വല്ലാത്ത അവസ്ഥയിലാകും. കാരണം ഇന്നലെ വരെ പിണറായി വിജയൻ കഴിഞ്ഞ ഒരു രീതി നമുക്കറിയാം. ഒരു ദിവസം മുൻപ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കുത്തിയിരിക്കുന്ന പിണറായി വിജയൻ്റെ ആ ഒരു ദയനീയതയും നമ്മൾ കണ്ടു. Z+ കാറ്റഗറി എന്തിനാണ് ഒരു മുഖ്യമന്ത്രിക്ക് എന്നുള്ള ചോദ്യമാണ് ഇവിടെ സ്വാഭാവികമായി വരുന്നത്. കാരണം സെക്രട്ടേറിയറ്റ് ഇപ്പോൾ മലക്കെ തുറന്ന് കിടക്കുന്നു. ആർക്ക് വേണമെങ്കിലും അങ്ങോട്ട് കയറി എന്ത് അതിക്രമം വേണമെങ്കിലും കാട്ടാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാം. ഇവരൊക്കെ എന്തിനെയാണ് ഭയക്കുന്നത്? അതാണ് ഇവിടെ അടിസ്ഥാനപരമായി ഉയരുന്ന മുഖ്യ ചോദ്യം. കേരളം ഒരു പ്രത്യേക സാംസ്കാരിക ബോധമുള്ള ഒരു സംസ്ഥാനമാണ്. ഇവിടെ അത്ര വലിയ ഭീകരതയോ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഭീകരതയൊക്കെ രാഷ്ട്രീയക്കാർ അവരവരുടെ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില സബ്ജക്റ്റുകളാണ്. ഒരു പതിറ്റാണ്ട് കേരളം അടക്കി ഭരിച്ച പിണറായി വിജയന് അവസാന ദിവസം വരെ, അവസാന മണിക്കൂർ വരെ
ഭയന്നാണ് സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലുമൊക്കെ കഴിഞ്ഞിരുന്നത് എന്നത് നമ്മെ ഭയപ്പെടുത്തുന്നൊരു കാര്യമാണ്. ക്ലിഫ് ഹൗസിൻ്റെ മതിലിൻ്റെ ഉയരം കൂട്ടുന്നു, അവിടെ പുറത്തുനിന്ന് നോക്കിയാൽ കാണാത്ത തലത്തിൽ അഭൂമുഖം നേരത്തെ ദൃശ്യമായിരുന്നു, അതിനുവേണ്ടി ഗേറ്റിൻ്റെ പൊസിഷൻ മാറ്റുന്നു, സുരക്ഷാ ഗൺമാന്മാരെ ഈ മതിലിന് ചുറ്റുവട്ടത്ത് വിന്യസിക്കുന്നു. ഞാൻ ആ നന്നക്കോടാണ് താമസിക്കുന്നത്. നന്നക്കോട് ആ പരിസരത്തോട്ട് ചെല്ലുമ്പോൾ ആ റോഡിലൊക്കെ വെയിലത്തും മഴയത്തും ഒക്കെ കുത്തിയിരിക്കുന്ന എത്ര പോലീസുകാരാണ്. അവരുടെയൊക്കെ ഒരു അവസ്ഥ ഓർക്കുമ്പോൾ ഈ നമ്മളൊരു പറമ്പിൻ്റെ പുറമ്പോക്കെന്നൊക്കെ പറയും എന്ന് പറഞ്ഞതുപോലെ ഓരോ പുറമ്പോക്കിലും ആളെ ഇരുത്തിയിരിക്കുകയാണ്. ഈ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിന് ചുറ്റും പോലീസുകാർ നിൽക്കുക. നമ്മൾ നേരത്തെ കേട്ടിരുന്ന ദേവസ്വം ബോർഡ് ജംഗ്ഷൻ അവിടെ ഒരു 100 ക്യാമറ വെച്ച് എല്ലാവരെയും മോണിറ്റർ ചെയ്യാൻ മറ്റൊരു പോലീസ് സംവിധാനം. ഇവിടെയാണ് പിണറായി വിജയൻ്റെ ചുറ്റുമുണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. 26 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നേരിട്ട് നിയമിച്ചിരിക്കുന്നു. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ളത് മാത്രമല്ല, മറ്റ് മന്ത്രിമാരുടെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലല്ല, വർക്ക് അറേഞ്ച്മെൻറ്റ് എന്ന പേരിൽ ഡെപ്യൂട്ടേഷനിൽ ഒരു മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെ നിയമിക്കാൻ കഴിയുന്ന സ്റ്റാഫ് അംഗങ്ങൾക്കൊരു പരിമിതിയുണ്ട്. അത്തരം അവസരങ്ങളിൽ ഈ മന്ത്രിമാർ ചെയ്യുന്ന ഒരു വലിയ തരികിടയുണ്ട്. അത് ഒരു മന്ത്രിക്ക് 23 പേഴ്സണൽ സ്റ്റാഫാണെങ്കിൽ അതിൽ 17 പേരെ ഈ മന്ത്രിമാർക്ക് തന്നെ തങ്ങളുടെ ഇഷ്ടക്കാരിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കൊന്നും വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും വേണമെന്നില്ല. ഇവിടെ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ച് IAS ഒക്കെ നേടി വരുന്ന ഉദ്യോഗസ്ഥരുടെ സമാനമായ ശമ്പളം കിട്ടും. കഷ്ടി 2 വർഷം കഴിഞ്ഞാൽ അവർക്ക് 3 വർഷത്തെ പെൻഷൻ, അല്ലെങ്കിൽ ഇത് ജീവിതകാലം മുഴുവൻ കിട്ടും. ഇപ്പോൾ സതീശൻ ഇന്നൊരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, അന്നല്ല, അതിലേക്ക് നമുക്ക് വരാം. അത് ചർച്ച അതല്ലാത്തത് കൊണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും ഒക്കെ ചെയ്തത് ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് പുറമെ ഒരു 10-25 പേരെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ കയറ്റും. എന്നിട്ട് അവരെ നേരെ സെക്രട്ടേറിയറ്റിലേക്ക് ഈ മന്ത്രിമാരുടെ വീട്ടിലും കൊണ്ടുവന്ന് നിർത്തും. അങ്ങനെ വലിയൊരു പരിവാരം, ഒരു 19 പേരുള്ള പരിവാരം. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ഒരു മന്ത്രിയുടെ കീഴിൽ 25 പേഴ്സണൽ സ്റ്റാഫേ ഉള്ളൂ, 26 പേഴ്സണൽ സ്റ്റാഫേ ഉള്ളൂ, ചിലർക്ക് 23 ഉള്ളൂ. തെറ്റാണ്. വർക്ക് അറേഞ്ച്മെൻ്റ് എന്ന പേരിൽ 10, 20, 30 പേരെ ഓരോ മന്ത്രിമാരും അവരുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കുന്നു. പിന്നീട് ഈ അവരുടെ വകുപ്പുകളിൽ നിന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വാഹനങ്ങൾ അവരുടെ വീടുകളിൽ കൊണ്ടുവന്നിടുന്നു. എന്നിട്ട് ഈ മന്ത്രിയും പരിവാരവും ഇവരുടെ ബന്ധുക്കളും ഈ പേഴ്സണൽ സ്റ്റാഫും ഒക്കെ ഈ സർക്കാർ വണ്ടിയെടുത്ത് അങ്ങ് കറങ്ങുകയാണ്. മന്ത്രിയുടെ വസതിയിലെ ചിലവ്, ഓഫീസിലെ ചിലവ്, ഇതൊക്കെ സർക്കാർ ഖജനാവിൽ നിന്ന് പോകുന്നത് കൊണ്ട് മിഷ്ടാനം സുഖിച്ച് വാഴുകയാണ്. ഇതൊരു വല്ലാത്ത ശൈലിയാണ്. തമിഴ്നാട്ടിൽ ഒരാളെ വെക്കാൻ പറ്റുള്ളൂ ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ട്, ഒരു മന്ത്രിമാർ സർക്കാർ സർവീസിൽ നിന്നല്ലാതെ. കർണാടകയിൽ 14 പേരെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ എല്ലാ തലത്തിലും കേരള ജനതയെ തുരന്നു തിന്നുകയായിരുന്നു ഈ പിണറായി സർക്കാർ. ഒരു മനസാക്ഷിയും കാട്ടിയിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിലാണ് ഈ നമ്മൾ ഇങ്ങനെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിച്ചിട്ട് വേണം പിണറായി വിജയൻ്റെ Z+ സുരക്ഷ പിൻവലിക്കുന്ന ഒരു അവസ്ഥ നോക്കിക്കാണാൻ. ഇത്ര രാജകീയമായി കഴിഞ്ഞ ഒരു പിണറായി അങ്ങനെ Z+ സുരക്ഷയിൽ നിന്ന് മാറി. ഇപ്പോൾ Z+ സുരക്ഷ മാറുമ്പോൾ എസ്കോർട്ടും പൈലറ്റും 2 വാഹനങ്ങൾ ഇതുവരെ ഉപയോഗിക്കാമായിരുന്നു, കമാൻഡോ സംഘത്തെ ഉപയോഗിക്കാമായിരുന്നു, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ ഉപയോഗിക്കാമായിരുന്നു. അതൊന്നുമില്ല. ഷാർപ്പ് ഷൂട്ടർമാർ ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉൾപ്പെടെയാണ് പിണറായി നടന്നത്. അതെല്ലാം മാറി. ഇനി വൈ കാറ്റഗറിയിൽ ഒരു പൈലറ്റ് വാഹനം ഉപയോഗിക്കാൻ 3 ഓഫീസേഴ്സാണ് സ്പെഷ്യൽ ഡ്യൂട്ടി, 3 പേർക്കേ പറ്റുള്ളൂ. പക്ഷേ സാധാരണഗതിയിൽ ഒരു റിക്വസ്റ്റ് നടത്തിയാൽ പ്രതിപക്ഷ നേതാവിന് കുറച്ച് ഗൺമാൻ 1-2 പേരെ കൂടിയൊക്കെ കൊടുക്കാറുണ്ട്. പിണറായി വിജയന് കുറച്ചുകൂടി ഒരു സംവിധാനമില്ലാതെ നടക്കാനും ഇരിക്കാനും ഒക്കെ പ്രയാസമാണ്. കാരണം അദ്ദേഹം ഇതിനെ ഒരു ആഡംബരമായിട്ട് കാണുന്നതാണ്. ഈ സുരക്ഷ ആഡംബരമായിട്ട് ഉപയോഗിച്ചൊരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ. സുരക്ഷ എന്ന് പറയുന്ന ഒരിക്കലും ഒരു ആഡംബരമല്ല, ആഡംബരത്തിനുള്ളതല്ല. പിണറായി വിജയൻ പൊതുവെ ആഡംബരം ഇഷ്ടപ്പെടുന്നു. തനിക്ക് ചുറ്റും വലിയ ഒരു അധികാര കേന്ദ്രമായി നിൽക്കുമ്പോൾ ചുറ്റും ഒരു അനുചര വൃന്ദത്തെ സൃഷ്ടിച്ചെടുക്കണം, എങ്കിലേ മറ്റുള്ളവരിലേക്ക് അത് പ്രസരിക്കും. ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ നമ്മൾ കരുതുന്ന വലിയ നേതാക്കളുടെയൊക്കെ വളരെ ശോഷിച്ചൊരു മനസ്സുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ചില രാഷ്ട്രീയ നേതാക്കൾ അല്ലെ മന്ത്രിമാർ തിരുവനന്തപുരത്ത് നിന്ന് നേരെ കോഴിക്കോട്ടേക്ക് പോവുക. അപ്പോൾ തലേദിവസം വൈകിട്ട് ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു പറയും, ഞാൻ രാവിലെ 5 മണിക്ക് റെയിൽവേ സ്റ്റേഷൻ വരും, 6 മണിക്ക് റെയിൽവേ സ്റ്റേഷൻ വരും. അതിൻ്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ, ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഉറക്കം ഇളച്ച്
രാവിലെ അവിടെ ഒന്ന് സ്വീകരിക്കണം. പണ്ട് എപ്പോഴെങ്കിലും ഇയാൾക്കൊരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു പോസ്റ്റിംഗ് മേടിച്ചു കൊടുത്തതിൻ്റെ അനന്തരഫലമാണ് അനുഭവിക്കുന്നത്. ഇയാളുടെ സർവീസ് കാലം മുഴുവൻ അത് അനുഭവിച്ചേ തീരൂ. അതുപോലെ തന്നെ ഈ കുട്ടി സഖാക്കൾ അല്ലെങ്കിൽ കുട്ടി രാഷ്ട്രീയക്കാർ, കോൺഗ്രസ്സിലും ഉണ്ട് ഇത്, കോൺഗ്രസ് കുട്ടി നേതാക്കൾ, ഇവരെയൊക്കെ വിളിക്കും. ഞാൻ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വരും. അപ്പോൾ ഈ രാഷ്ട്രീയ ശിങ്കിടി നേതാക്കൾ കുറേ അനുചരന്മാരെയൊക്കെ കൂട്ടി റെയിൽവേ സ്റ്റേഷനിൽ വരണം. രാവിലെ ട്രെയിൻ വന്നിറങ്ങുമ്പോൾ വളരെ ഉച്ചത്തിൽ ഈ നേതാവിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു. ആളുകളൊക്കെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്നു. അങ്ങനെ നേതാവിൻ്റെ ഒരു നേതൃ പാടവം പ്രസരിപ്പിക്കാനുള്ള ഈ ചപ്പടി വിദ്യകളാണ്. ഇതൊക്കെ പിണറായി വിജയനുണ്ട്. ഇതൊക്കെ പിണറായി വിജയൻ ആസ്വദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു വലിയ ഒരു സംവിധാനത്തിൽ നിന്നാണ് പൊടുന്നനെ പാതാളക്കുഴിയിലേക്ക് വീണത്. സതീശൻ്റേത് വേറൊരു ശൈലിയാണ്. സതീശൻ ഇപ്പോൾ അനുവർത്തിച്ചിരിക്കുന്ന ശൈലി വലിയ റിസ്ക് ഉള്ളൊരു ശൈലി. ഇതെത്രമാത്രം സതീശനെ വിജയിപ്പിക്കാൻ കഴിയും എന്നെനിക്ക് ഭയമുണ്ട്. കാരണം ഹണിമൂൺ പീരീഡ് കഴിയുമ്പോൾ പട്ടി ഷോ എന്ന് അന്നേരം ഏക്കിയല്ല. സതീശൻ നടത്തുന്ന പട്ടി ഷോ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജനകീയതയുള്ള നേതാവാണ്. പിണറായി വിജയൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സതീശൻ ചെയ്യേണ്ടത് എല്ലാ കടുകട്ടിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഒപ്പം നിർത്തുക, കേരളത്തിൻ്റെ ഒരു കരിഷ്മ ഉള്ള ഒരു ലീഡർ എന്നുള്ള നിലയിൽ വളർന്നു വരിക. പട്ടി ഷോ കൊണ്ട് അധികം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം കേരളത്തിലെ ജനങ്ങളൊക്കെ വലിയ വകതിരിവുള്ളവരാണ്. ആദ്യമൊക്കെ പറ്റും, പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റാർഡം കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റാർഡത്തിൽ ബിൽഡ് ചെയ്താൽ മതി, നന്നായി പ്രക്ഷോഭിക്കാൻ കഴിയും, ഉഷാറായി വരാൻ കഴിയും. പക്ഷേ പിണറായി വിജയൻ്റേത് നേരെ മറിച്ച് ജീവിതത്തിൻ്റെ ഒരു അസ്തമന കാലഘട്ടമാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. ഇപ്പോൾ 82 വയസ്സാണ് റെക്കോർഡിൽ. പക്ഷേ റെക്കോർഡല്ലാതെ ഏകദേശം 84 വയസ്സിലധികം ഉണ്ട്. 85 വയസ്സുള്ള കാരണന്മാരൊക്കെ നമുക്കറിയാം. ഇന്ന് ഇ പി ജയരാജൻ പരിഹാസ രൂപേണ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. പിണറായി വിജയന് പ്രായം കൂടുന്തോറും കരുത്ത് കൂടുമെന്ന്. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്തരമൊരു വിചിത്ര മനുഷ്യനെ കാണുന്നത്. ഇ പി ജയരാജൻ്റെ ഒരു ഭാഷ കടമെടുത്താൽ. അതുകൊണ്ട് ഇനി മറ്റൊരു പിണറായി വിജയനെ കേരളം കാണുമെന്നും പിണറായി വിജയൻ്റെ ജനകീയ പിന്തുണ ഓരോ ദിവസം കൂടി വരികയാണെന്നും ഇ പി ജയരാജൻ ഇന്ന് തട്ടിവിട്ടിട്ടുണ്ട്. അത് പാർട്ടിക്കിട്ട് കൊടുക്കുന്ന ഒടുക്കത്തെ പണിയാണ്. കാരണം ജയരാജൻ കണക്കൂട്ടുന്നത് പിണറായിയെ പരമാവധി പൊക്കി ഇതങ്ങ് കൊണ്ടുപോയി നശിച്ച് നാരായണക്കല്ല് പിടിക്കട്ടെ എന്നാണ്. ഈ ജില്ലാ സെക്രട്ടേറിയറ്റുകളൊക്കെ ഉള്ള വിലയിരുത്തലുകൾ അറിയാമല്ലോ. ഇപ്പോൾ പിണറായിയെ സംബന്ധിച്ച് ഇസഡ് കാറ്റഗറി പോയി, വൈ കാറ്റഗറി, ഒരു പൈലറ്റ് ജീപ്പുണ്ട്, 3-4 പേരുണ്ട്. കന്റോൺമെൻറ്റ് ഹൗസിൽ പഴയതുപോലെയൊന്നും ഇനി സഖാക്കൾ വന്ന് ഇടിച്ചുകൂടില്ല. നമ്മൾ ഇന്നലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ടു. ആകെ ഒരു കെ കെ രാഗേഷിന് ഇന്ന് പാർട്ടിക്കാർ തന്നെ പരിഹസിക്കുന്നത് പെട്ടുപിടുത്തക്കാരനാണ്. അപ്പോൾ ആ ഒരു ഘട്ടമുണ്ട്. പിന്നീട് പഴയ കറതീർന്ന നല്ല കൂറുള്ള സഖാക്കളെയെല്ലാം പിണക്കി വിട്ടു. ഈ അധികാരം ഉണ്ടായിരുന്നപ്പോൾ പിണറായി വിജയൻ എല്ലാവരെയും അകറ്റി ആട്ടിപ്പയച്ചു. അതുകൊണ്ട് അധികാരമില്ലാത്ത നാടുകളിൽ വളരെ കുറച്ച് പേർ മാത്രമേ വരൂ. അപ്പം ഇങ്ങനെ നിയമസഭയിൽ ഇന്നലെ ചെന്നിരുന്ന പിണറായി വിജയന് ഒപ്പോസിഷൻ ലീഡറിൻ്റെ മുറിയിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അദ്ദേഹം അവിടെ ഇരിക്കുന്നു, തിരികെ വരുന്നു. പക്ഷേ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു ഷോ എന്താണ്? സതീശന് ചുറ്റും വലിയ അനുചരവൃത്തം, എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങിയാൽ ജനം ഇരുമ്പിയാർക്കുന്നു. പിണറായി വിജയൻ ജനത്തെ ഭയപ്പെടുത്തി ആട്ടി അകറ്റി ഓടിച്ചു വിട്ടു. പക്ഷേ സതീശൻ അവരെ അടുപ്പിച്ച് നിർത്താൻ നോക്കുന്നു. അപ്പം ഇങ്ങനെ 2 വൈരുദ്ധ്യത്തിലൂടെയാണ് കേരള രാഷ്ട്രീയം കടന്നു പോകുന്നത്. ഈ 2 വൈരുദ്ധ്യങ്ങൾക്കും അതിൻ്റേതായ ചില ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. പക്ഷേ പിണറായി വിജയൻ നമുക്കറിയാം ഒരു ജനകീയതയിൽ ഒരു പരാജയമായിപ്പോയി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഭീകരാവസ്ഥയാണ് ഇപ്പോൾ പിണറായി വിജയൻ അനുഭവിക്കുന്ന ഈ സുരക്ഷിതത്വക്കുറവ്, മറ്റുള്ളവരെ കാണുമ്പോഴുള്ള പേടി. ഇതാണ് നമ്മുടെ പിണറായി വിജയൻ്റെ 1ാം ഭാഗം. ഇനി 2ാം ഭാഗം കിടപ്പുണ്ട്, നമുക്കതിലേക്ക് വരാം. ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ കഥ. ഓക്കെ, ഇവിടെ ഈ പറയുന്ന മുമ്പ് എപ്പോഴും ഒരു മാവോയിസ്റ്റ് ഭീഷണി എന്ന് പറഞ്ഞുകൊണ്ട് അതെനിക്കൊന്ന് കൂട്ടത്തിലുള്ള ആരോ തന്നെ പിണറായി ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. അതിനുശേഷം വലിയ സുരക്ഷ കൂട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ 10 വർഷ കാലയളവിൽ കണ്ട ഒരു വലിയ സുരക്ഷയുണ്ട്. അതും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന പാർട്ടിയിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉയരുന്നത് ഇനിയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കൂടെ, ഒരു വൈ കാറ്റഗറിയുടെ പോലും ആവശ്യം എന്താണ് എന്നുള്ളൊരു ചോദ്യം ഒരു വഴിക്ക് ഉയരുന്നുണ്ട്. മറ്റൊരു വശത്ത് ഇപ്പോഴും ഒരു സംശയമായി തോന്നുന്നത് വി ഡി സതീശൻ പറഞ്ഞതാണ്. അതായത് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചതിന് ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കും എന്നൊക്കെ ഒരു വാക്ക് കൊടുത്തിട്ട്, പക്ഷേ ഇപ്പോഴും പിണറായിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ അതിൽ അന്നത്തെ ഗൺമാന്മാരിൽ ഒരാൾ ഇപ്പോഴും ഉണ്ട്. ഷൗക്കത്ത് അലിയെ കൊണ്ടുവന്ന് വലിയൊരു അന്വേഷണം ഒക്കെ നടത്തുന്നുണ്ട്. ഒരു വഴിക്കൂടെ ആ ഒരു തട്ടുപൊളിപ്പൻ മോഡലൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇപ്പോഴും പിണറായിയോടൊരു ചെറിയ എന്തോ ഒരു മമതയുള്ളതുപോലത്തെ ഒരു
സതീശനോ? സതീശൻ്റെ ഒരു പ്രശ്നം, സതീശന് കോൺഗ്രസ്സുകാരുടെ സാധാരണ ജനങ്ങളുടെ മാത്രം കയ്യടി പോരാ. സതീശന് കുറച്ച് CPMകാരുടെ സഖാക്കളുടെ ഒക്കെ ഒരു കയ്യടി വേണം. സഖാക്കളെ ചേർത്ത് പിടിക്കണം. സതീശനിപ്പോൾ നമുക്കറിയാം സംഘനൃത്തമല്ല ചെയ്യുന്നത്. സതീശൻ കൃത്യമായി മോഹിനിയാട്ടം തന്നെയാണ് നടത്തുന്നത്. കാരണം ഒറ്റയ്ക്ക് കപ്പടിക്കാനുള്ള പരിപാടിയാണ്. ഈ 5 വർഷക്കാലം കൊണ്ട് ഒറ്റയ്ക്ക് കപ്പടിച്ച് വീണ്ടും ഒരു 5 വർഷക്കാലം കൂടി UDFനെ കോൺഗ്രസ്സിനെ നയിക്കുക. സംഘനൃത്തമാണ് നല്ലത്. ഈ ഒറ്റയ്ക്കുള്ള മോഹിനിയാട്ടം എത്രമാത്രം പ്രക്ഷോഭിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിലൊന്നും നമ്മളിപ്പോൾ ഒരു ദുഷ്ടലാക്കോടെ ഒരു കമൻ്റ് നടത്തണ്ട. 2023 ഡിസംബർ 15 ആലപ്പുഴയിൽ നമുക്കറിയാം, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ഒരു കേരള സദസ്സ്, നവകേരള സദസ്സ്. ആ നവകേരള യാത്ര ആലപ്പുഴയിലൂടെ കടന്നു വരുന്നു. പിണറായി വിജയൻ്റെ ആ ആഡംബര സമൃദ്ധമായ നവകേരള ബസ്സിന് മുന്നിലേക്ക് 2 KSU പ്രവർത്തകർ, ഒന്ന് AD തോമസ്, 2 അജയ് ജുവൽ, 2 പേര് ചാടി വീഴുന്നു, ഒരു കരിങ്കൊടി ഉയർത്തുന്നു. ഈ കരിങ്കൊടി പണ്ട് മുതലേ കേരളത്തിലെ ഒരു പ്രതിഷേധ സമരത്തിൻ്റെ പ്രതീകമാണ് കരിങ്കൊടി. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ച് അതിന് മുൻപ് ചില ഭാഗങ്ങളിലൊക്കെ കരിങ്കൊടി കാട്ടിയപ്പോൾ അവരെ അടിച്ചോടിക്കാൻ പാർട്ടി ഗുണ്ടകളോട് പറഞ്ഞിരുന്നു, പോലീസിനോട് പറഞ്ഞിരുന്നു. ഈ ആലപ്പുഴയിൽ ഈ കരിങ്കൊടി കണ്ടപ്പോൾ പിണറായി വിജയന് കലിപൊട്ടി. കാരണം ആലപ്പുഴയിൽ തനിക്കെതിരെ കരിങ്കൊടി കാട്ടാൻ ആരടാ എന്നുള്ളൊരു ഭാവം. ഗൺമാന്മാർ ഇഷ്ടം പോലെയുണ്ട് കൂടെ. 4 ഗൺമാന്മാരാണ് ചാടി ഇറങ്ങിയത്. അനിൽകുമാർ, സന്ദീപ് തുടങ്ങി 4 പേര്. ഇവർ നേരെ താഴേക്ക് ചാടി ഇറങ്ങി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് വെറും ലാത്തിയല്ല, അത് ലാത്തിയേക്കാൾ കട്ടിയുള്ള അതിക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കടുത്ത ആയുധമാണ്. അതുപയോഗിച്ച് ആ 2 ചെറുപ്പക്കാരെ മൃഗീയമായി ആക്രമിച്ചു. നമ്മളത് കണ്ടതാണ്. അന്നൊരു ജയ്ഹിന്ദ് ക്യാമറാമാൻ ജോജി ഇത് ക്യാമറയിൽ പകർത്തുന്നു. ഈ ജയ്ഹിന്ദ് TVയുടെ ക്യാമറയിൽ പകർന്ന ഈ ദൃശ്യങ്ങൾ കേരളം നടുക്കത്തോടെ കാണുന്നു. കാരണം മനുഷ്യരായ 2 പേരെ ഒരു തരത്തിലും മർദ്ദിക്കാൻ പാടില്ലാത്ത വിധമാണ് ആ യുവാക്കളെ തല്ലിച്ചതച്ചത്. പക്ഷേ കാലം അതിന് പകരം ചോദിച്ചു. അങ്ങനെയാണ് AD തോമസ് ഇപ്പോൾ നിയമസഭയിലെത്തിയ MLA ആയി. നിയമസഭയിലെത്തിയ AD തോമസ് ഇതൊരു പ്രതികാരം ചെയ്തായല്ല കരുതുന്നത്. തനിക്ക് നീതി ലഭിക്കണം. ഓർക്കണം, തങ്ങൾ മൃഗീയമായി അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. അവർ ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസിനോട് കേസെടുക്കാൻ പറഞ്ഞു. പോലീസ് കേസെടുക്കില്ല. പലവട്ടം ആവശ്യപ്പെട്ടു, കേസെടുക്കുന്നില്ല. പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അവർ ആ പരാതി കീറി കളഞ്ഞു. ഒടുവിൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് ഈ ദൃശ്യം മജിസ്ട്രേറ്റ് കോടതിയെ കാട്ടി. മജിസ്ട്രേറ്റ് കോടതിയിൽ ചെന്ന് തങ്ങൾ അനുഭവിച്ച് കൊടും ക്രൂരത അവർ വിവരിച്ചു. കോടതി പറഞ്ഞ് കേസെടുക്കാൻ. ഉടനെ പോലീസ് കോടതിക്ക് മുൻപാകെ കൊടുത്ത വിശദീകരണം എന്താണ്? പോലീസ് പറഞ്ഞു തെളിവൊന്നുമില്ല. ഇവർ പറഞ്ഞു ജയ്ഹിന്ദിൻ്റെ ദൃശ്യങ്ങളുണ്ട്, ഞങ്ങളത് പോലീസ് സ്റ്റേഷനിൽ പരാതിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് പറഞ്ഞു ആ ദൃശ്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. കോടതി പറഞ്ഞ ദൃശ്യങ്ങൾ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ കോടതിയിൽ ഹാജരാക്കി. കോടതി നടുങ്ങിപ്പോയി. കേസെടുക്കാൻ പറഞ്ഞു. എന്നിട്ടും കേസെടുത്തില്ല. ഈ ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധിക്കാൻ ഫോറൻസിലേക്ക് അയക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോ കഴിവുകൾ പറഞ്ഞവർ തട്ടി ഈ പ്രശ്നം അങ്ങ് ഒഴിവാക്കാൻ നോക്കുകയാണ്. അതിനിടയിലാണ് 2 വർഷം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ക്രൈം അന്വേഷിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കടന്നുപോകും. ആദ്യം ഈ കേസ് അന്വേഷിച്ചത് ആലപ്പുഴ സൗത്ത് പോലീസാണ്. ആലപ്പുഴ സൗത്ത് പോലീസ് ഈ കേസ് കുറച്ചൊരു ആത്മാർത്ഥതയോടെ അന്വേഷിച്ചു. കാരണം അവർ പെട്ടെന്ന് തന്നെ സംഭവ സ്ഥലത്തെത്തി. അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് മൊഴി ചോദിച്ച് അത് രേഖപ്പെടുത്തി. ഈ ദൃശ്യം ചിത്രീകരിച്ച് ക്യാമറാമാനെ വിളിച്ചു വരുത്തി അയാളുടെ മൊഴിയെടുത്തു. കേസ് ഡയറിയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തി. ഇത് ഇവിടെ ഇരുന്ന നിയമന്മാർ അപകടമാണെന്ന് മനസ്സിലാക്കി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ബന്ധപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ആഭ്യന്തര വകുപ്പ് ഇടപെട്ട് ഈ 4 പോലീസ് ഉദ്യോഗസ്ഥരോട്, കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ സൗത്ത് പോലീസിലെ ഉദ്യോഗസ്ഥരോട് തിരുവനന്തപുരത്തേക്ക് വരാൻ പറഞ്ഞു കേസ് ഡയറിയുമായി. അങ്ങനെ കേസ് ഡയറി അടിമുടി തിരുത്തുന്നു. അപ്പോൾ ഈ ഒരു സംഭവം മാത്രമല്ല, അതിന് പിന്നിൽ നടന്ന വലിയ ക്രിമിനൽ ഗൂഢാലോചനയും തുടർ നടപടികളുമൊക്കെ ഉണ്ട്. ഇതെല്ലാം അന്വേഷിക്കണം. അപ്പോൾ AD തോമസിൻ്റെ ഒരു വാശിയുണ്ട്. കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങി നിൽക്കുകയാണ് ഈ കേസ് അന്വേഷിക്കണമെന്ന്. നമ്മളൊക്കെ കരുതും പരസ്യമായി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളല്ലേ, അടിച്ചവരെ നമ്മൾ കണ്ടല്ലോ, എന്തിനാണ് ഇത്ര വലിയ SIT എന്നൊക്കെ. പക്ഷേ SIT രൂപീകരിച്ചതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഈ കേസ് അട്ടിമറിക്കാൻ
വലിയ ശ്രമങ്ങൾ നടന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അങ്ങനെയാണ് ഷൗക്കത്ത് അലി ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ഷൗക്കത്ത് അലി ആരാ? ഷൗക്കത്ത് അലി നമുക്കറിയാം, ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അന്ന് SP ആയിരുന്ന ഷൗക്കത്ത് അലി അന്ന് കട്ടക്കിറങ്ങി. അന്ന് ഷൗക്കത്ത് അലിയുടെ നീക്കങ്ങളാണ് ആ കേസിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയത്. അതിനു മുൻപ് ഷൗക്കത്ത് അലി ഒരു വളരെ പേരെടുത്ത, വളരെ ഡെഡിക്കേറ്റഡായ ഒരു ഓഫീസർ എന്ന നിലയിൽ കേരളത്തിലേറെ പ്രശസ്തനായി. SI റാങ്ക് പട്ടികയിൽ 1ാം റാങ്കുകാരനാണ്. SI ആയി കയറി പോലീസ് സേനയിൽ തൻ്റെ കഴിവ് കൊണ്ട് മികവ് കാട്ടിയ ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടറിഞ്ഞ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് വലിയ പോസ്റ്റുകളൊക്കെ അന്ന് നൽകിയിരുന്നു. നമുക്കറിയാം, ദേശീയ അന്വേഷണ ഏജൻസിയിൽ അദ്ദേഹം വളരെ ശ്രദ്ധേയമായ ചില ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിരുന്നു. അദ്ദേഹം തന്നെയാണ് കനകമല തീവ്രവാദ കേസ് തുടങ്ങി നിരവധി കേസുകൾ ആദ്യ കാലഘട്ടത്തിൽ CBIയിലായിരുന്നപ്പോൾ, NIAയിലായിരുന്നപ്പോൾ അദ്ദേഹമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിച്ചത്. അപ്പോൾ പിണറായി വിജയന് ആകെ ഒരു വീർപ്പുമുട്ടലാണ് ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പിടികൂടിയ ഷൗക്കത്ത് അലിയെ കാണുമ്പോൾ. അന്ന് P മോഹനെ നടുറോഡിൽ വണ്ടി വട്ടം വെച്ച് അറസ്റ്റ് ചെയ്ത ധീരനായ ഉദ്യോഗസ്ഥനാണ് AP ഷൗക്കത്ത് അലി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ അന്ന് CPMൻ്റെ സഹായത്തോടെ മുടക്കോഴി മലയിൽ ഒളിച്ചപ്പോൾ ഒരു ലോറിയിൽ ഒരു തൊഴിലാളിയുടെ വേഷമിട്ട് മുടക്കോഴി മലയിൽ ചെന്ന് ആ കൊടിസുനിയും കൂട്ടരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആളാണ്. ഇന്ന് തിരുവഞ്ചൂർ, ഇന്ന് സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത തിരുവഞ്ചൂരായിരുന്നു ആഭ്യന്തരമന്ത്രി. തിരുവഞ്ചൂർ വലിയ ആത്മവിശ്വാസത്തോടെ ഈ കേസ് ഏൽപ്പിച്ചത് ഷൗക്കത്ത് അലിയാണ്. അങ്ങനെ AP ഷൗക്കത്ത് അലി TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ, യഥാർത്ഥ പ്രതികളെ, അതുവരെ എന്തായിരുന്നു ഈ കേരളത്തിൽ നടക്കുന്നത്? ഇത്തരം കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞാൽ പാർട്ടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലും, പോലീസ് സ്റ്റേഷനിൽ 2 പേരുടെ പേര് കൊടുക്കും, അവരെ പോലീസ് അങ്ങ് അറസ്റ്റ് ചെയ്യും, അവരുടെ മേൽ കേസൊക്കെ ചാർത്തപ്പെടും. കോടതിയുടെ വിചാരണ ഘട്ടത്തിൽ ഇവരുടെ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒറിജിനൽ പ്രതികളല്ലല്ലോ. അപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വിട്ടയക്കും. ഇതിനിടയിൽ 1-2 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. അതിനവർക്ക് വലിയ പ്രതിഫലവും കൊടുക്കും. ഇങ്ങനെയാണ് പാർട്ടി പ്രതികളെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് വലിയൊരു മാറ്റം വന്നു. തുടർന്ന് ഇതേ പ്രതികൾ തിരുവഞ്ചൂരിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അന്നും തിരുവഞ്ചൂർ Z+ കാറ്റഗറി ഒന്നും ആവശ്യപ്പെട്ടില്ല. ഷൗക്കത്ത് അലിയെ പിന്നീട് നമുക്കറിയാം 2016 ഈ സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് മുതൽ 2026 ഈ 10 വർഷക്കാലം പിന്നീട് കേരളത്തിൽ അടുപ്പിച്ചിട്ടില്ല. അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ കേന്ദ്ര സർവീസിന് പോയി. അങ്ങനെ ഒരു ധീരനായ പോലീസ് ഉദ്യോഗസ്ഥൻ 10 വർഷമായി ഈ ഇടതുപക്ഷ സർക്കാർ കുഴിച്ചു മൂടിയിട്ട ആ പോലീസ് ഉദ്യോഗസ്ഥനെ, വളരെ ശ്രദ്ധേയനായ ഉദ്യോഗസ്ഥനെ ഇത്തരമൊരു ദൗത്യം പുതിയ സർക്കാർ ഏൽപ്പിക്കുന്നു. അതുതന്നെയാണ് ആദ്യത്തെ പ്രതികാരം. AP ഷൗക്കത്ത് അലി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആലപ്പുഴ SP ആണ്. പിന്നീട് IPS ഒക്കെ കിട്ടിയിരുന്നു ഈ കാലഘട്ടത്തിൽ. അങ്ങനെ ഷൗക്കത്ത് അലിയുടെ കോർട്ടിൽ പന്ത് വീണു. ബൈജു പൗലോസ് കൂടെ ഉണ്ട്. അപ്പോൾ ഷൗക്കത്ത് അലിയെ സംബന്ധിച്ച് ഇതൊരു ചലഞ്ചിങ് ഉത്തരവാദിത്വമാണ്. കാരണം മനോഹരമായൊരു മറുപടി കൊടുക്കണം. ഇവിടെ വലിയൊരു അപകടം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് ഈ കേസിൻ്റെ വലിയൊരു ട്വിസ്റ്റ്. പിണറായി വിജയൻ അന്ന് നവകേരള ബസ്സിലുണ്ട്, ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഗൺമാന്മാരാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ ഗൺമാന്മാർക്ക് കരിങ്കൊടി പ്രയോഗത്തിനെത്തിയ ഈ KSU പ്രവർത്തകരെ മർദ്ദിക്കാനുള്ള അനുവാദം കൊടുത്തത് ആര്? അദ്ദേഹത്തിന് കൺമുന്നിലാണ് നടന്നത്. അപ്പോൾ പിണറായി വിജയനാണ് ഈ കേസിലെ 1ാം പ്രതി. കാരണം ഏതൊരു മർദ്ദന കേസിലും ഏതൊരു ഗുണ്ടാ പ്രവർത്തനത്തിലും ഒരു ഗൂഢാലോചനയുടെ എലമെൻ്റുണ്ട്. ആ ഗൂഢാലോചനയുടെ എലമെൻറ്റ് പരിശോധിക്കുമ്പോൾ പിണറായി വിജയൻ തന്നെയാണ് 1ാം പ്രതി. ഇപ്പോൾ ഷൗക്കത്ത് അലി എങ്ങനെയാണ് നീങ്ങേണ്ടത്? അതുകൊണ്ടാണ് ഇതിൻ്റെ SIT വേണമെന്ന് പറഞ്ഞത്. ഷൗക്കത്ത് അലിയെ തന്നെ കേസ് ഏൽപ്പിക്കുന്നത്. ഈ 4 ഗൺമാന്മാർ അറസ്റ്റിലാകുന്നതോടെ സ്വാഭാവികമായി ഗൂഢാലോചന എന്നുള്ളൊരു തലം അന്വേഷിക്കേണ്ടി വരും. പ്രതിപക്ഷ നേതാവാണ്, ചെറിയ പാർട്ടിയല്ല. അപ്പോൾ സ്വാഭാവികമായി ഇത്തരമൊരു ആക്രമണത്തിന് പിണറായി വിജയൻ നേതൃത്വം കൊടുത്തെങ്കിൽ അദ്ദേഹത്തിലേക്ക് കാര്യങ്ങൾ തിരിയും. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിൽ വരെ എത്തും. അതിനുള്ള ആർജവം VD സതീശനുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രിയെങ്കിലും VD സതീശൻ്റെ ഒരു ഇനിഷ്യേറ്റീവിലാണ് ഈ കേസ് ഇത്ര ശക്തമായിരിക്കുന്നത്. മറുവശത്ത് സന്ദീപ് എന്ന ഗൺമാൻ്റെയും അനിൽകുമാർ എന്ന ഗൺമാൻ്റെയും അവസ്ഥയൊന്നോർത്തേ. അവർ 2 പേരും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്ത് ബലത്ത് നിൽക്കുന്നവരാണ്. ഇവർ 2 പേരെയും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തനിക്ക് ഗൺമാന്മാരായി വേണം എന്ന് പിണറായി വിജയൻ ഈ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു.
പക്ഷേ ഇവർക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു നെഗറ്റീവ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അംഗീകാരം ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിൻ്റെ പരിശോധനയിൽ ഇവരുടെ പേരിൽ മറ്റ് കുറ്റാരോപണങ്ങളൊന്നുമില്ല എങ്കിൽ മാത്രമേ മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഗൺമാന്മാരായി നിയമിക്കാൻ കഴിയൂ. ഇവർക്കെതിരെ വളരെ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട് നിൽക്കുമ്പോൾ അവരെ സുരക്ഷാ ചുമതലയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് സന്ദീപിനോട് എത്രയും പെട്ടെന്ന് പോലീസിലേക്ക് തിരികെ ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനിൽകുമാർ സഹസ്രം പറ്റുന്നുണ്ട് എങ്ങനെയെങ്കിലും പിണറായി വിജയനൊപ്പം നിൽക്കാൻ. കാരണം അനിൽകുമാറിന് അറിയാം അവിടെ നിന്ന് തെറിച്ചാൽ അറസ്റ്റിലാകും, അഴിക്കുള്ളിലാകും, കാര്യങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന്. തങ്ങളുടെ യജമാനെ പോലും രക്ഷിക്കാൻ കഴിയുമോ എന്നവർ ഭയപ്പെടുന്നു. മറുവശത്ത് പാർട്ടിക്കാർ ഇതിൽ വലിയ വികാരമൊന്നും പ്രകടിപ്പിക്കില്ല. കാരണം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ അവിടെ ഉയർന്നു വന്നൊരു വലിയ വിമർശനമുണ്ട്. എ ഡി തോമസിനെ അന്ന് മർദ്ദിച്ചതാണ് എ ഡി തോമസ് ഇപ്പോൾ ജയിക്കാനുണ്ടായ കാരണമെന്ന്. ജനങ്ങൾ അത്രയേറെ വെറുത്തു എന്നാണ് പറയുന്നത്. ഈ സംഭവത്തിൽ മറ്റൊരു തലം കൂടിയുണ്ട്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കൺമാന്മാർ എ ഡി തോമസിനെയും അജയനെയും ഒക്കെ ക്രൂരമായി മർദ്ദിച്ചതിന് തൊട്ടു പിന്നാലെ പിണറായി വിജയൻ നടത്തിയൊരു പത്രസമ്മേളനം. അവിടെ നടന്നത് രക്ഷാപ്രവർത്തനമെന്ന് അന്ന് പിണറായി പറഞ്ഞത്. ഈ കെ എസ് യുക്കാരല്ലേ യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിക്കുന്നത് താൻ കണ്ടില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞൊരു മുഖ്യമന്ത്രി. കൺമുന്നില്ല, തൊട്ട് മുന്നില്ല, ആ ബസ്സിന് തൊട്ട് താഴെയല്ലേ മർദ്ദനം. അപ്പോൾ ഇതാണ് ഈ സംഭവങ്ങളുടെ മറ്റൊരു വശം. ചുരുക്കത്തിൽ പിണറായി വിജയൻ്റെ ഒരു സമ്പൂർണ്ണ വീഴ്ച തെരഞ്ഞെടുപ്പ് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇത്തരം സംഭവങ്ങൾ തന്നെയാണ്. പഴയകാല ക്രൂരതകൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു, അതിൻ്റെ പേരിൽ വിചാരണ ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തിനൊപ്പം നിന്ന് ഗുണ്ടാപ്രവർത്തനങ്ങൾ നടത്തിയവർ അഴിക്കുള്ളിലാകാൻ പോകുന്നു. പിണറായി വിജയൻ തന്നെ ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇവിടെ നമ്മൾ ഈ 10 വർഷമൊക്കെ കേട്ട, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേട്ടൊരു വലിയ ആരോപണം എന്ന് പറയുന്നത്, അങ്ങനെ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കാൻ പിണറായി അല്ല മറ്റൊരു സംവിധാനമായിരുന്നു CM ഓഫീസിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പി ശശിയുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ പി ശശി തൻ്റെ ശിങ്കിടികളോടൊപ്പം ചേർന്ന് തനിക്ക് പാർട്ടിക്കും എതിരാളികൾ എന്ന് തോന്നുന്നവരെയൊക്കെ അടിച്ചൊതുക്കാനുള്ള ഒരു ഉത്തരവ് പോലീസുകാർക്ക് അങ്ങ് കൊടുക്കുന്നു. ഇപ്പോൾ ഈ പറയുന്ന CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പിണറായിയെ കുഴിയിലേക്ക് കൊണ്ട് ചാടിച്ചതിൽ ഈ ആഭ്യന്തരം കൈയാളിയ ഒരു കൂട്ടത്തിന് പങ്കുണ്ട്. നമുക്ക് അങ്ങനെ അതിനെ അങ്ങ് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുമോ? ഏറെക്കുറെ ഇപ്പോൾ പ്രക്ഷോഭ പറഞ്ഞ ആ ഒരു വാദം നമ്മൾ മുഖവിലേക്കെടുത്താൽ, പിണറായി വിജയൻ്റെ ഓഫീസ് ഇത്തിരി ക്രൂരന്മാരുടെ ഓഫീസായിരുന്നു. പി ശശിയുടെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഒരു ഓഫീസ് ക്രൂരന്മാരുടെ ഒരു ഓഫീസാകുന്നത്? ജനകീയമായ ഓഫീസും അല്ലെങ്കിൽ ഗുണ്ടകൾ ഭരിക്കുന്നൊരു ഓഫീസും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തലപ്പത്തിരിക്കുന്നവരുടെ മനോഭാവം. അപ്പോൾ തലപ്പത്തിരിക്കുന്നവരുടെ മനോഭാവം എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെ മനോഭാവം, അതിൻ്റെ പ്രസരണമാണ് നമ്മൾ പി ശശിയിലൂടെ കാണുന്നത്, മറ്റുള്ളവരിലൂടെ കാണുന്നത്. വി ഡി സതീശൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനു പറ്റിയ ഒരു കൂട്ടം ടീം മെമ്പേഴ്സിനെ ആയിരിക്കും അദ്ദേഹം തൻ്റെ ഓഫീസിൽ സ്ഥാപിക്കുന്നത്. അതിന് സമാനമാണ് പിണറായി വിജയൻ്റെ ഈ ദുരന്തം. ഇനിയും പല ദുരന്തങ്ങളും കാണാനിരിക്കുന്നു. അതിലപ്പുറം പിണറായി വിജയൻ്റെ ഒരു സമ്പൂർണ്ണ വീഴ്ച, ഒരു പക്ഷേ ആ വീഴ്ചയിൽ നിന്ന് പിണറായി വിജയൻ രക്ഷപ്പെടണമെങ്കിൽ സാക്ഷാൽ സതീശൻ സഹായിക്കണം. സതീശൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട് എല്ലാം ആശാനോട് പുറത്തിരിക്കുന്നു എന്ന് ചിലപ്പോൾ രഹസ്യമായി പോയി പിണറായി വിജയനോട് പറയാം. അല്ലെങ്കിൽ ആശാൻ ആരും കാണാതെ പിണറായി വിജയൻ എന്ന ആശാൻ ഒരു പക്ഷേ സതീശൻ്റെ കാലിൽ വീഴാം, സതീശ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാലും സതീശൻ ക്ഷമിക്കും. ഇവിടെയാണ് പ്രശ്നം. ഒരു ജനത ആഗ്രഹിച്ച്, ഒരു ജനത ഒരു നേതാവിനെ വെറുത്ത് അധികാരത്തിൽ നിന്ന് പുറത്താക്കി, പകരം ഒരു അധികാരത്തിൻ്റെ പ്രതീകം ജനങ്ങൾ തന്നെ ആഗ്രഹിച്ച് ഇപ്പോൾ അധികാരത്തിൻ്റെ അടയാളമായി വന്നിരിക്കുന്നു. പക്ഷേ സതീശൻ ഒരു പക്ഷേ അങ്ങനൊരു ചിന്തയുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കുന്നു. എല്ലാത്തിനും അധിപൻ താനാണ്, ഞാനാണ് പിണറായി വിജയനെ പുറത്താക്കിയത് എന്ന ഒരു മോഹിനിയാട്ട സ്വഭാവം സതീശനിലുണ്ടോ എന്ന് ചിലപ്പോഴെങ്കിലും സംശയിച്ചു പോകുന്നു. അത് അരുത്, കാരണം അപകടമാണ്. വലിയൊരു നിര, കേരളത്തിലെ വലിയൊരു വിഭാഗം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, നമുക്കറിയാം ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലുള്ള പാവപ്പെട്ട ഒരുപാട് സ്ത്രീകൾ, എത്രയെത്ര മനുഷ്യർ നിരന്തരം നിന്ന് പോരാടി. സോഷ്യൽ മീഡിയയിലൊക്കെ എത്ര ആളുകൾ, നമ്മുടെ മറുനാടൻ ഷാജൻ, KM ഷാജഹാൻ, ക്രൈം നന്ദകുമാർ, നമുക്കറിയാം ഇങ്ങനെ ആ നിര അങ്ങനെ നീണ്ടു പോകുന്നു. അതിലപ്പുറം
സമൂഹത്തിൻ്റെ വിവിധ ശ്രേണിയിലുള്ളവർ, നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ, കോട്ടയത്തെ ജോയി മാത്യു, ജോസ് തോമസ് എന്ന് പറഞ്ഞൊരു സംവിധായകൻ, അദ്ദേഹത്തിൻ്റെയൊക്കെ വീഡിയോ വളരെ ഷാർപ്പാണ്. ഇതുപോലെ എത്ര ആളുകൾ ഈ പിണറായി വിജയൻ്റെ ഈ ദുർഭരണം അവസാനിച്ച് കാണാൻ ആഗ്രഹിച്ചു. ആ ഒരു മുന്നേറ്റമാണ്, ആ ഒരു സോഷ്യൽ മീഡിയ മുന്നേറ്റം കൂടി ഇതിന് വലിയൊരു കാരണമാണ്. അന്നൊന്നും പൊതുനിരത്തെ നമ്മൾ ഈ അന്നത്തെ പ്രതിപക്ഷത്തെ കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എല്ലാ അവകാശവാദവും അവർക്ക് മാത്രമാണ്. അന്ന് നമ്മളെല്ലാവരും പ്രതിപക്ഷമായിരുന്നു. അന്ന് എല്ലാവരും പ്രതിപക്ഷമായിരുന്നു. ഇന്ന് ആ പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഒരാളിലേക്ക് ചുരുങ്ങുന്നുവോ എന്നൊരു ഒരാളിലേക്ക് ചുരുങ്ങുന്നതാണ് അപകടമായി നമുക്കും തോന്നുന്നത്. അതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത്. പക്ഷേ അതിനെ വിമർശിക്കുമ്പോൾ നമ്മൾ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള പറച്ചിലാണ് കേൾക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം സാർ ശ്രദ്ധിച്ചിരുന്നു എന്നറിയില്ല, തോമസ് ഐസക്കിന്റെ PA ആയിട്ടിരുന്ന ആള് പിണറായി വിജയനെതിരെ ഒരു കുറിപ്പിട്ടിരുന്നു. അതാ ഒരു ഇടുങ്ങിയ പോഡിയത്തിൽ ചെന്ന് പ്രസംഗിക്കാൻ എന്തൊരു കഷ്ടം. പിന്നോട്ട് കാല് വെച്ചാൽ വീട് സഖാവേ മറിഞ്ഞു വീഴും. അവിടെയും പിണറായി വിജയൻ പഴയ ധാർഷ്ട്യമൊന്നും പുറത്തെടുത്തില്ല. ആ പോഡിയം തള്ളിയിട്ട് പോകേണ്ട പിണറായി വിജയനായിരുന്നു. പക്ഷെ അതിൽ സഹിച്ചു നിന്നു. അല്ല, അതില് അദ്ദേഹം കുറിക്കുന്ന ഒരു വാക്കുണ്ട്, വിശ്രമിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു സ്വാഭാവിക ചോദ്യമാണ്. കേരളത്തിലെ ഒട്ടനവധി ആളുകൾ, നമുക്കറിയാം, ഈ പിണറായി വിജയനൊന്ന് വിശ്രമിക്കാൻ സമയമായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ പിണറായി വിജയനെ ഇനിയും കുഴിയിൽ ചാടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം അതേ പാർട്ടിയിലുണ്ട്. ഇതിനേക്കാളൊക്കെ ഭയാനകമായ ഒരു വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവർ ആ പാർട്ടിയിലുണ്ട്. അവരാണ് ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന സമൂഹ മാധ്യമങ്ങളൊന്നുമല്ല. കാരണം ഭരണപക്ഷം വേറെയായിപ്പോയി. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുകയാണ്. അതേ പ്രതിപക്ഷ നേതാവിനൊപ്പം ചേർന്ന് നമ്മളും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഭരണപക്ഷത്തിനെതിരെ പൊരുതേണ്ടവരാണ്. പക്ഷെ പിണറായി വിജയനൊന്നും മാറ്റിക്കിട്ടാതെ നമ്മൾ എങ്ങനെ ഒരുമിച്ച് നിൽക്കും? കാത്തിരുന്ന് കാണാം. എന്തായാലും വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. എന്തായാലും ഈ ഹണിമൂൺ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ഒരു സർക്കാരിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് കൂടുതൽ വ്യക്തമാകും. ഒന്ന് വിമർശിക്കേണ്ടതിനെ മുഖമടച്ച് തന്നെ നമ്മൾ വിമർശിക്കും. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.